വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനും മങ്കട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഹമീദ് വാണിയമ്പലമാണ് ഇന്ന് നിലപാടിൽ നമുക്കൊപ്പമുള്ളത്. ശ്രീ ഹമീദ് വാണിയമ്പലം, സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വെൽഫെയർ പാർട്ടി വെക്കുന്ന രാഷ്ട്രീയം? വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ 41 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായി നമ്മുടെ കേരളത്തിൽ ആശ്രിതരെ സൃഷ്ടിക്കുന്ന, സ്വന്തം പൗരന്മാരെ ആശ്രിതരും യാചകരുമാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയമാണ്, ഒരു വികസനമാണ് ഇടതും വലതും ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളെ തീർത്തും അവഗണിക്കുകയും അതേ സന്ദർഭത്തിൽ കോർപ്പറേറ്റ് സൗഹൃദ വലിയ വികസന കാഴ്ചപ്പാടുകൾ സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യ അല്ലെങ്കിൽ ജനാധിപത്യ കേരളം എന്നൊരാശയം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നാടിൻ്റെ വികസനത്തെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ജനാധിപത്യം അർത്ഥപൂർണമാവുകയുള്ളൂ. തനി ഭ്രാന്തമായ വലിയ കെട്ടുകാഴ്ചകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ അഭിരമിക്കുകയാണ് ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ. അതിൻ്റെ മൗനങ്ങളിൽ യഥാർത്ഥത്തിൽ വളരെ സാധാരണക്കാരായ ജനത അങ്ങേയറ്റം അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ആ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ദീനമുഖം വെൽഫെയർ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാട് അതിൽ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഓരോ പൗരന്മാരെയും സ്വാശ്രയരാക്കി തീർക്കുക, സാധാരണക്കാരൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൂടി പുരോഗമിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക, ഇതിനു വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ 41 മണ്ഡലങ്ങൾ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്, വെൽഫെയർ പാർട്ടി മത്സരിക്കാത്ത മറ്റു മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടി ഏതെങ്കിലും പാർട്ടികളുമായി ധാരണയോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ 41 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിലെ മാനദണ്ഡം എന്താണ്? വെൽഫെയർ പാർട്ടി യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ഒറ്റയ്ക്കാണ്. 41 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്കാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഈ 41 മണ്ഡലങ്ങളിൽ BSP വെൽഫെയർ പാർട്ടിയെ പിന്തുണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി 63 മണ്ഡലങ്ങളിൽ BSPയെയും പിന്തുണക്കുന്നുണ്ട്. ബാക്കി മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്നോ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൽ തീരുമാനം പാർട്ടി എടുക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം സ്വാധീനം ഈ വോട്ടുകളുടെ ആകർഷിക്കുന്നത് വഴി ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം വോട്ട് വെൽഫെയർ പാർട്ടിക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ? വെൽഫെയർ പാർട്ടിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടി രൂപീകരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. 4 വർഷമാണ് കേരളത്തിൽ പാർട്ടി രൂപീകരിച്ചിട്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പങ്കെടുത്തു. ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡുകളിലും മത്സരിച്ചു കൊണ്ടല്ല. വെൽഫെയർ പാർട്ടി അതിൻ്റെ പ്രായമനുസരിച്ച്, 4 വർഷത്തെ പരിചയമനുസരിച്ച് അതിൻ്റെ സംഘടനാ സംവിധാനം ശക്തമായ മേഖലയിലാണ് പാർട്ടി യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി നന്നായിട്ട് വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. 5 മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരിച്ചത്. ഉദാഹരണം, മലപ്പുറം ജില്ലയിൽ മാത്രം 1,00,000 വോട്ട് പാർട്ടിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് ഏകദേശം 75,000 വോട്ട് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 25,000 വോട്ടിൻ്റെ ഒരു വളർച്ച ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളില്ല നമുക്ക്, എന്നിട്ടും നമുക്ക് ഇത് കാണുന്നുണ്ട്. മറ്റേത് മലപ്പുറം ജില്ലയിൽ മൊത്തം നമുക്ക് കിട്ടിയ വോട്ടാണ്. ഈ ഒരു വർധനവ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടിൻ നില പരിശോധിക്കുമ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ 4 വർഷം കൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് അതിൻ്റെ 2 തെരഞ്ഞെടുപ്പും പരിശോധിക്കുമ്പോൾ വോട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇത്തവണ 25 വാർഡ് മെമ്പർമാരുണ്ടായത് ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ 42 വാർഡുകളിൽ പാർട്ടിക്ക് ഇപ്പോൾ വാർഡ് മെമ്പർമാരുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ
തെരഞ്ഞെടുപ്പുകളിലൂടെ പാർട്ടി അതിൻ്റെ വോട്ടിംഗ് ശതമാനം മെച്ചപ്പെടുത്തിയാണ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല ഒരു വർധനവ് ഞങ്ങൾക്കുണ്ടായിരിക്കും. മാത്രമല്ല, വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നിടത്ത് അത് ഇടതിനും വലതിനും വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ ജയപരാജയങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ നേരത്തെ സാധിക്കുമായിരുന്നു LDF നും UDF നും. വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അങ്ങനെ കൃത്യതയോടുകൂടി പറയാൻ കഴിയാത്ത, എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റാത്ത ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു ശക്തിയായിട്ട് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി മാറിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയും അതിനെ വളരെ ശക്തിയായി പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും വളരെ സജീവമായി തന്നെ ഇടതുപക്ഷത്തിന് മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് നൽകുകയും അവരുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നതോടെ ഇടതുപക്ഷത്തിനായിരിക്കുമോ കൂടുതൽ പരിക്കേൽക്കുക? അത് അത്ര സൂക്ഷ്മമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം വെൽഫെയർ പാർട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് 4 വർഷം അത് വർക്ക് ചെയ്ത് വരുമ്പോൾ, 4 വർഷമാണല്ലോ ഇതിൻ്റെ പ്രായം. ഈ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് കൂടുതലായി വോട്ട് കിട്ടുന്ന മേഖലകൾ നേരത്തെ ലെഫ്റ്റിന് വോട്ട് കിട്ടിയിരുന്നു എന്നത് 100% ശരിയല്ല, എന്നിരുന്നാലും കിട്ടിയിരുന്നു എന്ന് സമ്മതിച്ചാൽ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് എന്ന് പറയുന്നത് അത് മാത്രമല്ല. വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ അതിൻ്റെ മെമ്പർമാരായിട്ട് വന്നവർ, അതിൻ്റെ ലീഡർഷിപ്പിലുള്ളവർ, അതിന് വോട്ട് ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരോ സംഘടനയിൽപ്പെട്ടവരോ അല്ല. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വോട്ട് ചോർച്ച സൃഷ്ടിക്കും. എല്ലാ പാർട്ടികളെയും അത് ബാധിക്കും. ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രത്യേകമായി ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. ഈ വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ മത്സരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ കൂടുതൽ ഭിന്നിപ്പിക്കാൻ ഇടയാക്കില്ലേ? പ്രത്യേകിച്ച് BJP ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, മതേതര പാർട്ടികൾ എന്ന് പറയുന്നവർ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. പകരം അവർ അവസരവാദ വർഗീയ നിലപാടിലൂടെ അധികാരമുറപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ ശക്തിപ്പെട്ടത്. ഇപ്പോൾ വോട്ട് ധ്രുവീകരിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ CPM സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാട് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയോടൊപ്പം ചേരുകയായിരുന്നു. അവിടെ അത് ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല, സ്വന്തം നിലനിൽപ്പിൻ്റെ പ്രശ്നം വന്നപ്പോൾ, ഫാഷിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ അവർ ആ സെക്യുലർ ടീമിനോടൊപ്പം ചേർന്നിട്ടില്ല, പകരം ഒറ്റയ്ക്ക് മത്സരിച്ചു. അതിൻ്റെ ആഘാതങ്ങൾ ബീഹാറിലുണ്ടായി. അതേസമയത്ത് ഇങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ സ്വന്തം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അവരെന്ത് ചെയ്തു? കോൺഗ്രസുമായി ചേർന്ന് നിന്നു. അപ്പോൾ അവർക്ക് ഫാഷിസം ഒരു മുഖ്യ പ്രശ്നമാണ് എന്ന് അവർ പറയുന്നത് അവർ ന്യൂനപക്ഷ വോട്ട് സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൽ നമ്മൾ പറയുന്നു വോട്ട് ശിഥിലമാകുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കാരണം കേരളത്തിൽ BJP ഒരൊറ്റ മണ്ഡലത്തിലും ജയിക്കുകയില്ല എന്ന് കേരളത്തിലെ സെക്യുലർ ബോധത്തെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ മതനിരപേക്ഷ ബോധത്തെ, അതിലുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും അക്കൗണ്ട് തുറക്കാൻ BJP പോകുന്നില്ല. എന്നിട്ട് പോലും BJP 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ CPM-ഉം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിച്ചു? വെൽഫെയർ പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ്. അവിടെ വെൽഫെയർ പാർട്ടി വോട്ട് ശിഥിലീകരണത്തിന് അനുവദിക്കുന്നില്ല. പകരം ആ BJP-യെ തോൽപ്പിക്കാൻ ശേഷിയുള്ളവർ, LDF ആണെങ്കിൽ LDF-ന്, UDF ആണെങ്കിൽ UDF-ന് വോട്ട് കൊടുക്കാൻ വെൽഫെയർ പാർട്ടി സന്നദ്ധമാണ്. നമുക്കവിടെ സ്ഥാനാർത്ഥികളില്ല. മാത്രമല്ല, നമുക്ക് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്, അങ്ങനെ ആശങ്കയുള്ളിടത്ത് എന്തുകൊണ്ട് ഇടതും വലതും ഒന്ന് ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തുകൂടാ? അതിനെന്താ അവർ തയ്യാറാവാത്തത്? ആ വോട്ട്, അത് ഫാസിസ്റ്റ് വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും LDF-ആയും UDF-ആയും വിഭജിക്കപ്പെടുന്നുണ്ട്. അവിടെ ആ വിഭജനത്തെ കാണാതിരിക്കുകയും അതേസമയത്ത് വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള ന്യൂ ജനറേഷൻ പാർട്ടികളുടെ സാന്നിധ്യത്തെ ഇവിടെ വോട്ട് ശിഥിലമാകുന്നു, മതേതര വോട്ടുകൾ ശിഥിലമാകുന്നു എന്ന് പറഞ്ഞ് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമവും വോട്ട് സ്വന്തമാക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കവുമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. ഈ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഉണ്ടായിരിക്കെ ഒരുപക്ഷെ അതേ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ വെൽഫെയർ പാർട്ടി ശ്രമിക്കുന്നത് പക്ഷേ ന്യൂനപക്ഷ ശാക്തീകരണം എന്ന ഒരു വിശാലമായ അജണ്ടയെ സത്യത്തിൽ ദുർബലപ്പെടുത്തില്ലേ? സാമുദായിക രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രത്യേകമായ ജാതി രാഷ്ട്രീയം
എന്നൊരാശയത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. ഇന്ത്യയുടെ പൊതു അവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതു സ്വഭാവത്തോടു കൂടി എല്ലാ വിഭാഗങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതാണ് ഇന്ത്യയിൽ പ്രസക്തമായിട്ടുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ പ്രത്യേകത അതാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും അതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഒരു വോട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രൂപീകരിച്ചതോ പ്രവർത്തിക്കുന്നതോ ആയ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ ദലിത് വിഭാഗങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുള്ള സമുദായങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം അവരുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് സാമൂഹ്യനീതി എന്ന ഭരണഘടന മുന്നോട്ട് വെച്ച ആശയത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇനി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ അവർ തന്നെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന അഭിപ്രായം നമുക്കില്ല. കാരണം അത് അനുഭവമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനം അത് ഭൂമിശാസ്ത്രപരമായി പരിശോധിച്ചാലും ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാലും ഏറ്റവും അധികം മുരടിച്ച് നിൽക്കുന്ന മേഖല മലബാർ മേഖലയാണ്. അത് വ്യവസായം എടുത്ത് പരിശോധിച്ചാൽ, വിദ്യാഭ്യാസം എടുത്ത് പരിശോധിച്ചാൽ, ആരോഗ്യം എടുത്ത് പരിശോധിച്ചാൽ, ഭരണ നിർവഹണ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഏറ്റവും കുറവ് അത് മലബാർ മേഖലയിലാണ്. വെൽഫെയർ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ ലൈനുണ്ട്. സ്വാഭാവികമായും LDFും UDFുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. NDA ഒരു ചെറുതാണെങ്കിലും ഒരു ഫാക്ടറാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ രണ്ട് മുന്നണികളോടും, അതായത് ഇടതുപക്ഷത്തോടും ഐക്യജനാധിപത്യ മുന്നണിയോടും ഒരേ നിലപാടാണോ വെൽഫെയർ പാർട്ടിക്കുള്ളത്? യഥാർത്ഥത്തിൽ LDFും UDFും സമീപകാലത്ത് നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ ഒന്നാണ്. അനുഭവങ്ങളിലൂടെ മാത്രമേ ഈ കാലത്ത് നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിലയിരുത്താൻ പറ്റും. അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പക്ഷേ ആശയങ്ങളോട് അവർക്ക് തന്നെ പ്രതിബദ്ധതയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെ ആദരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപകാല അനുഭവങ്ങൾ LDF ആയാലും UDF ആയാലും ഒരേ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും UDFിൻ്റെ വലത് വികസന കാഴ്ചപ്പാടിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല LDFിൻ്റെ വികസന കാഴ്ചപ്പാട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അവരുടെ പഠന കോൺഗ്രസ്സിൽ അവർ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, വിദേശ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വലിയ റോഡുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദാനിയെ എങ്ങനെയാണോ നരേന്ദ്രമോദി ചങ്ങാതിയാക്കിയത് അതേപോലെ UDF ചങ്ങാതിയാക്കുന്നു. അതേ അദാനിക്ക് തന്നെ സഖാവ് പിണറായി വിജയനുമായിട്ടും ചങ്ങാത്തം സാധ്യമാകുന്നു. അപ്പോൾ ആ പദ്ധതി ഒരു കുഴപ്പം പറ്റാതെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭരണ നിർവഹണ അനുഭവങ്ങളും യഥാർത്ഥത്തിൽ വ്യത്യാസം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 3.5 ലക്ഷം ഭൂരഹിതർ കേരളത്തിലുണ്ട്. വെൽഫെയർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന, ഒരുപക്ഷെ വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഈ ഭൂരഹിതരുടെ പ്രശ്നം ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി രണ്ടാമത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് ഒരുപക്ഷെ നാളെ രേഖപ്പെടുത്തേണ്ടി വരും. അഭ്യുതം ഞങ്ങളത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3.5 ലക്ഷം ഭൂരഹിതർ എന്ന് പറയുന്ന പ്രശ്നം അത് UDFിൻ്റെ 5 വർഷത്തിൻ്റെ പ്രശ്നമല്ല. അത് 60 വർഷത്തെ 30 വർഷത്തെ LDFിൻ്റെയും 30 വർഷത്തെ UDFിൻ്റെയും പ്രശ്നമാണ്. സോളാർ അഴിമതി കേസ്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് അഴിമതി കേസുകൾ, മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരിക്കെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ടോ? അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് ഒരു ഭരണമാറ്റത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്. ആ ഭരണമാറ്റത്തിലേക്ക് നയിക്കേണ്ട സാഹചര്യങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ചെറു പാർട്ടികളുടെ സ്വാധീനം ഇല്ലാതാക്കി കളയുമോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണർത്തുന്നതാരാണ്? 5 വർഷമായിട്ട് കേരളത്തിൽ ഈ UDF ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച് അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക്
നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ഒരു പക്ഷേ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടും, ഒരു പ്രതിപക്ഷം നിർവഹിക്കേണ്ട പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് വിഷയം എടുത്തു നോക്കുക, അത് ബജറ്റ് കോഴയായാലും ബാർക്കോഴയായാലും സോളാർ പ്രശ്നമായാലും അത് നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ അഴിമതിയായാലും എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫ് 30 പേഴ്സണൽ സ്റ്റാഫിനെ വെച്ച് ഒരു വർഷത്തിൽ 30 കോടി ചോർത്തിക്കൊണ്ടുപോകുന്ന ഏറ്റവും ഭീകരമായ ഒരു തട്ടിപ്പ് LDF UDF കേരളത്തിൽ നടത്തുന്നുണ്ട്. അതിഭീകരമായ നമ്മുടെ ഖജനാവിനെ ചോർത്തുന്ന പണി. ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് വളരെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അപ്പോൾ ഭരണത്തിനെതിരായ വികാരത്തെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുക എന്ന പണി യഥാർത്ഥത്തിൽ ഇവിടെ എടുത്തിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. എവിടെയാണ് ഒരു ശക്തമായ പ്രതിപക്ഷമായി ഭരണവിരുദ്ധ നിലപാട് രൂപപ്പെടുത്തുന്നതിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ LDF പ്രവർത്തിച്ചത് എന്നുള്ളത് LDFന് പോലും തെളിയിക്കാൻ കഴിയില്ല. എല്ലാ സമരങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്, എല്ലാ സമരങ്ങളും തകർന്നിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഭരണനിർവഹണം ഒരുപോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമരം നടത്താൻ സാധിക്കുന്നില്ല, ജനപക്ഷത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. എവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ സമരങ്ങൾ പാളിപ്പോവുകയാണ്. അപ്പോൾ UDFനെതിരായ വികാരം കേരളത്തിലുണ്ട്. UDFനെതിരായ വികാരം കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് വെൽഫെയർ പാർട്ടി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ വികാരം യഥാർത്ഥത്തിൽ LDFന് വോട്ടായി കിട്ടാത്തത് എന്ത് എന്നുള്ളത്, LDFന് അത് വോട്ടായി കിട്ടണമെങ്കിൽ LDF ആ വികാരം ഉണർത്തുകയും ആ ഭരണവിരുദ്ധ വികാരത്തിന് ഒരു ബദലാണ് LDF എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. LDF അതിൽ പരാജയപ്പെട്ടു. കാരണം ജനങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെയാണ്. ഇനി എന്താ ചെയ്യുക, ഒരു ബദലോട്ട് ശക്തമായിട്ട് വന്നിട്ടില്ല. ഈ ഒരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ജനത ഉള്ളത്. LDFും UDFും ഒരുപോലെയാണ്, ഒരേ അനുഭവമാണ്, എവിടെയാണ് ഒരു മൂന്നാമതാരും ഇല്ലല്ലോ എന്ന ഒരു തരം അരക്ഷിതാവസ്ഥയിലാണ് കേരളത്തിലെ വോട്ടർമാർ. ആ അരക്ഷിതാവസ്ഥയിലുള്ള കേരളത്തിലെ വോട്ടർമാരിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് വെൽഫെയർ പാർട്ടിയെ പിന്തുണക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ പലതരത്തിലുള്ള വിദ്യകൾ LDF പ്രയോഗിക്കുന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിട്ടുള്ള മുസ്ലിം ലീഗ് ഇവിടെ സജീവമായി മലബാർ രംഗത്തുണ്ട്. വെൽഫെയർ പാർട്ടി വലിയ വോട്ട് പ്രതീക്ഷിക്കുന്നൊരു മേഖലയും ഒരു പക്ഷേ മലബാർ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയം, വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയം എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നതാണ് താങ്കൾ കരുതുന്നത്? വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങളിലും അതേപോലെ തന്നെ ഇവിടെയുള്ള ദലിത് പിന്നാക്ക വിഭാഗങ്ങളിലും നന്നായിട്ട് സ്വാധീനം ചെലുത്തും. ഞങ്ങളുടെ പ്രവർത്തന രീതിയുടെ ഒരു പ്രത്യേകത വളരെ പെട്ടെന്ന് പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും പെട്ടെന്ന് അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന രീതിയല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. പകരം കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി തീരുന്ന ഒരു വിഭാഗത്തെ തന്നെ യഥാർത്ഥത്തിൽ ദലിത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഈ പാർട്ടിയായിട്ടാണ് അവർ വളരുന്നത്. പാർട്ടിയിലെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഇറകെട്ടി സംരക്ഷിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഒരു നിലപാടല്ല. അവർ തന്നെ പാർട്ടിയായിത്തീരുന്ന, അവർ തന്നെ പാർട്ടിയുടെ പോളിസി മേക്കിങ്ങിൽ പങ്കാളിത്തം വഹിക്കുന്ന, അവർ കൂടി ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കാണ് ഈ പാർട്ടി വളർന്നു വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ദലിത് പിന്നാക്ക വിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രകളിലൊക്കെ, പ്രത്യേകിച്ചും ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയിൽ സ്വീകരണ കേന്ദ്രങ്ങളിൽ അവർ എത്തിച്ചേർന്നതും അവർ നൽകിയ സ്വീകരണവും പാർട്ടിയിൽ അവർ അണിനിരന്നതും പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് അവർ വന്നതുമൊക്കെ അതിൻ്റെ നല്ല ഉദാഹരണമാണ്. മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പാർട്ടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് ഡ്രാക്കോണിയൻ ലോ, പ്രത്യേകിച്ചും ഈ കരിനിയമങ്ങൾ സൃഷ്ടിക്കുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുന്ന കേരളത്തിലെ 100-ൽ പരം വരുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ പ്രശ്നം വെൽഫെയർ പാർട്ടി നിരന്തരമായി ഉന്നയിക്കുകയും അവർ അടക്കപ്പെട്ട ജയിലുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുകയും അവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കരിനിയമങ്ങൾ പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര പോരാളികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം. ആ നിയമം UPA ഗവൺമെൻറ് കൊണ്ടുവരുന്നു, CPM കൈപ്പൊക്കുന്നു, മുസ്ലിം ലീഗ് കൈപ്പൊക്കുന്നു. അവരെല്ലാം കൂടി സമ്മതിച്ച് നടപ്പിലാക്കുന്ന ഒരു നിയമം, അതായത് സ്വന്തം പൗരന്മാരെ പീഡിപ്പിക്കാനുള്ളൊരു നിയമം. അതിനെതിരെ ശക്തമായ നിലപാട്
വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മലബാറിലെ മുസ്ലിം വോട്ടുകളെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്ട്രാറ്റജികളിൽ നിന്നും മനസ്സിലാവുന്നത്. അത് ഇടതുപക്ഷത്തിന് ആകർഷിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? കഴിയില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അംഗീകാരം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ കഴിയില്ല. മുസ്ലിം ന്യൂനപക്ഷത്തെ അവർ കാണുന്നത് തന്നെ അംബാസഡർ ഇല്ലാതെ ഓരോ മുസ്ലിം വോട്ടറെയും പാർട്ടി പ്രവർത്തനാക്കി എടുക്കുക എന്നതാണ്. പക്ഷെ മലബാർ മേഖലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വ്യത്യസ്തമായ കമ്പാർട്ട്മെൻറ്റിലാണ്. പല മതസംഘടനകളിലും വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്, അതോടൊപ്പം മതസംഘടനകൾ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു സൂചനകളും ആ പാർട്ടിയുടെ നേച്ചറിൽ പ്രകൃതത്തിൽ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവരുടെ ചരിത്രം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഒരു മതവിരുദ്ധ പ്രസ്ഥാനം എന്ന അർത്ഥത്തിലാണ്. അതിൽ നിന്ന് ഒരളവോളം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബോധത്തെ ഒരു പക്ഷേ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ അതേ സമയത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇവിടെയുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പ്രയോഗിക്കുന്ന വാക്കുകളും രീതികളും തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സ്വീകരിക്കുന്നത്. അത് ഈ സമുദായത്തെ അകറ്റും. രണ്ടാമത്, ഒരു മുസ്ലിം ഗ്രൂപ്പിനെയും ഇന്നേവരെ കൂടെ നിർത്താൻ CPM-ന് സാധിച്ചിട്ടില്ല. ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള അമിതമായ ആശങ്കകൾ യഥാർത്ഥത്തിൽ CPM-നെ പലപ്പോഴും മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്താൻ വരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ട് അവർ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം ന്യൂനപക്ഷ ചേർത്ത് നിർത്തുന്ന ആശയങ്ങളോ വർക്ക് സ്റ്റൈലോ അവരുടെ അടുത്ത് ഇല്ല. അതുകൊണ്ട് അവർക്കത് സാധിക്കുകയുമില്ല. ആകെ കൂടി അവർ ഭയപ്പെടുത്തുന്നത് ഫാഷിസം എന്ന് പറഞ്ഞിട്ടാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ വോട്ട് ബാങ്കിനെ ഉറപ്പുവരുത്താനുള്ള ഒരു തന്ത്രം എന്നാണ്. മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ വികസനം നടന്നു എന്നൊരു അവകാശവാദമുണ്ട്. അവരുടെ മണ്ഡലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അതിൽ ഏറെക്കുറെ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാകും. പക്ഷേ 25 കോടിയോളമുള്ള MLA ഫണ്ട് ഏറെക്കുറെ ഫലപ്രദമായി മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. UDF-ൻ്റെ MLA-മാർ അടക്കമുള്ള ആളുകൾ അതിൽ വലിയ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വികസനം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് UDF ഉന്നയിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളിൽ താങ്കൾ മത്സരിക്കുന്ന മങ്കട പോലെയുള്ളൊരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ബദൽ രാഷ്ട്രീയത്തിന് ഇടമുണ്ടോ? യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ച് തെറ്റായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഉള്ള റോഡുകൾ റബ്ബറൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് കറുത്ത നിറവും അതിൻ്റെ മധ്യത്തിൽ വെളുത്ത ലൈനും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മലബാർ മേഖലയിൽ അത്തരം ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതേ സമയത്ത് വികസനത്തെ സാധാരണക്കാരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഭൂമി, വീട്, കുടിവെള്ളം, ചികിത്സ, വിദ്യാഭ്യാസം എന്നീ അടിസ്ഥാന പ്രശ്നങ്ങളിലൂടെ വിലയിരുത്തിയാൽ നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ ഒന്നും നേടിയിട്ടില്ല. പാർശ്വവൽക്കൃത അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രശ്നത്തിലൂടെ വികസനത്തെ നിരീക്ഷിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. അതേ സമയത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുണ്ടായേക്കാം. അപ്പോൾ അവർ എയർപോർട്ടുകളെക്കുറിച്ച് പറയുന്നു, സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് പറയുന്നു, വലിയ റോഡുകളെക്കുറിച്ച് പറയുന്നു. ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ലാതിരിക്കുമ്പോഴും ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഈ ഒരു വികസന കാഴ്ചപ്പാട് വളരെ ഭ്രാന്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ ഇവർ പരാജയമാണ്. മങ്കട മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മങ്കട മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, മങ്കട മണ്ഡലത്തിൽ ഇവർ പറയുന്ന അവകാശവാദങ്ങളൊക്കെ തെറ്റാണ്. മങ്കട മണ്ഡലത്തിൽ ഇവർ വന്നു എന്ന് പറയുന്ന വികസനം തന്നെയാണ് ഇവിടെ വികസനം നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ്. അതുകൊണ്ട് ഞങ്ങൾ ബദൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതി, കൊച്ചു കുടിവെള്ള പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട്. ആശുപത്രികളെ സ്ട്രെങ്തൻ ചെയ്ത് ഇവിടെയുള്ള ഓരോ രോഗിയെയും നമുക്ക് സർക്കാർ ചെലവിൽ ചികിത്സിക്കാൻ പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം മങ്കട മണ്ഡലത്തിൻ്റെ പ്രശ്നമല്ല, മൊത്തം നമ്മുടെ മലബാറിൻ്റെ കൂടി പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ പദ്ധതികളുണ്ട്. ഭൂമി പ്രശ്നം പരിഹരിക്കാൻ 5000 ഭൂരഹിതരുണ്ട് ഈ മണ്ഡലത്തിൽ. 5000 ഭൂരഹിതർ. അത് 650 ഏക്കർ ഭൂമി ചേരിമലയിൽ വെൽഫെയർ പാർട്ടി സമരം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിയമസഭ ചർച്ച ചെയ്തതാണ്. 650 ഏക്കർ ഭൂമി നമ്മൾ പിടിച്ചെടുത്താൽ
12 സെൻറ്റ് വീതം കൊടുത്താൽ 10 കിണറും വീടും വെച്ച് കൊടുത്താൽ ഈ മങ്കട മണ്ഡലത്തിലെ ഭൂരഹിതരില്ലാത്ത മണ്ഡലമാക്കി, ഭവനരഹിതരില്ലാത്ത മണ്ഡലമാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ മുമ്പിൽ പദ്ധതിയുണ്ട്. നമുക്ക് 60 വർഷം വേണ്ട, 5 വർഷം കിട്ടിയാൽ മതി. എല്ലാ ആശംസകളും.